മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ലെസൺ സർക്കിൾ അഥവാ വൃത്തങ്ങൾ തുടങ്ങുകയാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. സർക്കിൾസ്. നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം. ഓക്കെ, ഒരു വൃത്തത്തിന്റെ ഇത് കേന്ദ്രമാണ്, വൃത്തകേന്ദ്രം, സെന്റർ ഓഫ് ദി സർക്കിൾ. അതിലൂടെ ഒരു ഡയമീറ്റർ വരച്ചു, ഉണ്ടാവും, ഒരു വ്യാസം വരച്ചു. വ്യാസം വരയ്ക്കുമ്പോൾ ആ വൃത്തത്തെ സെമി സർക്കിളായിട്ട് രണ്ടെണ്ണമായിട്ട് ഭാഗിക്കും. മുകളിൽ ഒരു സെമി സർക്കിൾ, താഴെ ഒരു സെമി സർക്കിൾ. ഈ സെമി സർക്കിളിൽ ഒരു ആംഗിൾ വരച്ചു വിചാരിക്കുക. ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റും സെമി സർക്കിളിലെ മറ്റൊരു പോയിന്റ് ചേർത്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ട്രയാങ്കിൾ ആയില്ലേ? ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിളിൽ ആ വൃത്തത്തെ ടച്ച് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അതായത് സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. കണ്ടോ, ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് തിരിച്ചും പറയാം. ഒരു വൃത്തത്തിൽ ഒരു കോൺ വരച്ചപ്പോൾ കണ്ടോ, ആ വൃത്തത്തിന്റെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളുടെ കടന്നു പോകുന്ന ആംസോടെ ഒരു ആംഗിൾ വരച്ചപ്പോ അത് 90 ഡിഗ്രി കിട്ടിയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ആംഗിളിന്റെ രണ്ട് എൻഡ് ആ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റുകൾ യോജിപ്പിക്കുന്ന രേഖ തീർച്ചയായും അതിന്റെ ഡയമീറ്റർ ആയിരിക്കും, വ്യാസമായിരിക്കും. കണ്ടോ, കാരണം ഈ 90 ഡിഗ്രി വരുന്നത് സെമി സർക്കിളിലാണ്. സെമി സർക്കിളിലെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് എപ്പോഴും ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ ആ ആംഗിളിന്റെ രണ്ട് ആംസിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര ഡയമീറ്റർ ആയിരിക്കും. തിരിച്ചു മറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം. വൃത്തത്തിന് പുറത്തേക്ക് ഞാനൊരു ഇതുപോലെ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഒരു ആംഗിൾ വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, വൃത്തത്തിന് പുറത്തേക്ക് വരച്ചു. ഇത് അളന്ന് നോക്കിയാൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ മൈനസ് ആയിരിക്കും, അഥവാ ഇത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. കേട്ടോ, ലെസ് ദാൻ 90 ഡിഗ്രി ഇങ്ങനെ എടുക്കുന്നത് ഇതിന്റെ അർത്ഥം ഇത് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും എന്നാണ്. ഇത് അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട്, ACUTE. ഇതിനെ മലയാളത്തിൽ ന്യൂനകോൺ എന്ന് പറയും. ന്യൂനകോൺ. കണ്ടോ, 90 ഡിഗ്രിയിൽ കുറവായ കോണുകളെ അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ എന്നാണ് പറയുന്നത്. അപ്പോ ഒരു വൃത്തത്തിന് പുറത്താണെങ്കിൽ, ഒരു ഡയമീറ്ററിന്റെ അഥവാ വ്യാസത്തിന്റെ രണ്ട് എൻഡ് പോയിന്റിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു കോൺ വൃത്തത്തിന് പുറത്താണെങ്കിൽ തീർച്ചയായും അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് വൃത്തത്തിനകത്തേക്ക് ഒരു ആംഗിൾ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കുന്നിരിക്കട്ടെ. ഈ വൃത്തത്തിനകത്ത് വരയ്ക്കുന്ന ആംഗിൾ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. കണ്ടോ, വൃത്തത്തിന് പുറത്തുള്ളത് ലെസ് ദാൻ 90 ആണെങ്കിൽ ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 90. അതിന്റെ അർത്ഥം ഈ കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും എന്നാണ്. ഇതിന് പറയുന്ന പേര് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ്. എന്താ പറയാ? ഒബ്റ്റ്യൂസ്. ബൃഹത് കോൺ എന്ന് മലയാളത്തിൽ പറയും. ബൃഹത് കോൺ, ഒബ്റ്റ്യൂസ് ആംഗിൾ ഓർ ബൃഹത് കോൺ ആയിരിക്കും. ഈ മൂന്ന് നിയമങ്ങൾ പഠിച്ചോണം. ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് വെച്ചുണ്ടാക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് നമുക്ക് ആ ആംഗിളിന്റെ വേർട്ടെക്സ് വൃത്തത്തിനകത്താണോ, വൃത്തത്തിലാണോ, വൃത്തത്തിന് പുറത്താണോ നമുക്കറിയാൻ സാധിക്കും. അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ വൃത്തത്തിനകത്തായിരിക്കും. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും ആ ആംഗിൾ വരുന്നത്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് വൃത്തത്തിൽ തന്നെയായിരിക്കും. കണ്ടോ, ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇനി അക്യൂട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ അഥവാ ന്യൂനകോൺ ആണെങ്കിൽ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്. ഓക്കെ, നമുക്കിനി ചോദ്യം വായിക്കാം. എല്ലാവരും നോക്കുക. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ. കണ്ടോ, ചിത്രം ഞാനിവിടെ ബോർഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം കേട്ടോ, അത് വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെ മേൽമൂല കണ്ടോ, മുകളിലെ മൂല വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം.
Suppose we draw a circle with the bottom side of the triangles in the picture. പിക്ചറിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ് എന്തായിട്ട് വരയ്ക്കണം? ആസ് ഡയമീറ്റർ. ഡയമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കുകയാണ്. എങ്കിൽ ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുക, വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ, ഇവിടെ നൽകിയിട്ടുള്ള 3 ട്രയാങ്കിളിന്റെ ടോപ്പ് കോർണർ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. സർക്കിളിനകത്ത് വരുമോ, ഓൺ ദ സർക്കിൾ സർക്കിളിൽ വരുമോ, ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ സർക്കിളിന് പുറത്ത് വരുമോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ചോദ്യം എല്ലാവരും എഴുതിയെടുക്കുക, നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ചിത്രം, നോക്കുക. കണ്ടോ, ഈ താഴത്തെ ഈ ബോട്ടം സൈഡ് ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു വൃത്തം വരയ്ക്കാണ് വിചാരിക്കുക. ഓക്കെ, ആ വൃത്തത്തിന്റെ എവിടെയായിരിക്കും മറ്റു 3 മൂലകൾ? കണ്ടോ, ആദ്യത്തെ ആംഗിളിന്റെ ഡിഗ്രി അളവ് 110 ഡിഗ്രിയാണ്, രണ്ടാമത്തത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ പ്രത്യേകിച്ച് 90 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു സിമ്പൽ ആണ്. ഓക്കെ, മൂന്നാമത്തത് 70 ഡിഗ്രിയാണ്. ഇത് ഒബ്റ്റ്യൂസ് ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ 3 കോണുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ വര കണ്ടോ, ഇത് ഡയമീറ്റർ ആയി ഒരു വൃത്തം വരച്ചാൽ എങ്ങനെയാവും വരുന്നത്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചു നോക്കാം. ഉറപ്പായിട്ടും ഇങ്ങനെയാവും വരുന്നത്. അതായത് ഈ 90 ഡിഗ്രി ഉള്ളത് വൃത്തത്തിൽ വരും, 70 ഡിഗ്രി ഉള്ളത് വൃത്തത്തിന് പുറത്തു പോകും, 110 ഡിഗ്രി ഉള്ളത് വൃത്തത്തിന് അകത്ത് വരും, നമ്മളിപ്പോ പഠിച്ച നിയമം അനുസരിച്ച്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആൻസർ എഴുതിയാൽ മതി. ആദ്യം 110ന്റെ കാര്യം എഴുതാം. The corner with angle 110 ഡിഗ്രി. 110 ഡിഗ്രി വരുന്ന ആംഗിൾ ഉള്ള കോർണർ എവിടെയായിരിക്കും? ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. കണ്ടോ, അത് സർക്കിളിന് അകത്തായിരിക്കും. കണ്ടോ, ഇനി ദ കോർണർ with right angle. റൈറ്റ് ആംഗിൾ ഉള്ള കോർണർ എവിടെയായിരിക്കും? ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, മൂന്നാമത്തെ കോർണർ ഏതായിരിക്കും? 70 ഡിഗ്രി. ദ കോർണർ with angle 70 degree is outside the circle. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ റീസൺ കൂടി ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കാം. ആദ്യം എന്താണ്? സിൻസ് ഗ്രേറ്റർ ദാൻ 90. കണ്ടോ, അപ്പൊ ആദ്യത്തെ 110 ഇൻസൈഡ് വരാൻ കാരണം ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ടാണ്. ദ കോർണർ വിത്ത് റൈറ്റ് ആംഗിൾ ഈസ് ഓൺ ദ സർക്കിൾ വരാൻ കാരണം എന്താണ്? ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക. സിൻസ് ദ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. സിൻസ് ദ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ അത് റൈറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് അത് എവിടെ വന്നത്? കോർണർ ഓൺ ദ സർക്കിൾ വന്നത്. ഏറ്റവും ലാസ്റ്റ് കോർണർ വിത്ത് ആംഗിൾ 70 ഡിഗ്രീസ് ഔട്ട്സൈഡ് ദ സർക്കിൾ വരാൻ കാരണം എന്താണ്? സിൻസ് ലെസ് ദാൻ 90. സിൻസ് ദ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 എന്ന് എഴുതാം, സിൻസ് ലെസ് ദാൻ 90 എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. കോർണർ വിത്ത് ആംഗിൾ 70 ഡിഗ്രീസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. മലയാളത്തിൽ പറയാം, 110 ഡിഗ്രി കോണളവുള്ള മൂല വൃത്തത്തിനകത്തായിരിക്കും. കണ്ടോ, 110 ഡിഗ്രി കോണളവുള്ള മൂല വൃത്തത്തിനകത്തായിരിക്കും. അണ്ട് ബ്രാക്കറ്റിൽ എഴുതണം, കാരണം ഗ്രേറ്റർ ദാൻ 90. കണ്ടോ, ഈ സിമ്പിൾ അങ്ങനെ തന്നെ എഴുതുക. ഇനി മട്ടക്കോണുള്ള മൂല വൃത്തത്തിലായിരിക്കും. കണ്ടോ, മട്ടക്കോണുള്ള മൂല വൃത്തത്തിലായിരിക്കും. കാരണം ബ്രാക്കറ്റിൽ എഴുതാം, കാരണം മട്ടക്കോൺ ആയതുകൊണ്ട്. ദ കോർണർ വിത്ത് ആംഗിൾ 70 ഡിഗ്രി 70 ഡിഗ്രി കോണളവുള്ള മൂല വൃത്തത്തിന് പുറത്തായിരിക്കും. 70 ഡിഗ്രി കോണളവുള്ള മൂല വൃത്തത്തിന് പുറത്തായിരിക്കും. കാരണം ലെസ് ദാൻ 90, 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട്. ഇങ്ങനെ എഴുതിയാൽ ആൻസർ പൂർണ്ണമായി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം വായിക്കാം. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ ഓരോ വികരണവും, ചിത്രം ഞാൻ ബോർഡിൽ വരയ്ക്കും, അപ്പൊ കാണാം. അപ്പൊ ആ ചതുർഭുജത്തിന്റെ ഓരോ വികരണം, ഡയഗണൽസ് ആണ് വരക്കേണ്ടത്. വ്യാസമായി വൃത്തം വരച്ചാൽ
ആ വികരണത്തിലല്ലാത്ത എതിർമൂലകൾ കണ്ടോ, വികരണത്തിൽ രണ്ട് മൂലകൾ ഉണ്ടാവും, ബാക്കി രണ്ട് മൂലകൾ വികരണത്തിൽ അല്ലാതെ വരും. ആ എതിർമൂലകൾ വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ, തന്നിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിലെ ഓരോ ഡയഗണലിലും ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ആർ, മറ്റ് രണ്ട് കോർണേഴ്സ്, അതായത് ഒരു ഡയഗണൽ വരയ്ക്കാൻ നേരത്ത് ആ ഡയഗണലിൽ രണ്ട് ആംഗിൾ ഉണ്ടാവും, ആ ഡയഗണലിൽ അല്ലാത്ത രണ്ട് കോർണേഴ്സ് ഇൻസൈഡ് ആണോ ഓൺ അതിന്റെ അകത്ത് വൃത്തത്തിനകത്ത് തന്നെയാണോ ഓർ ഔട്ട്സൈഡ് വൃത്തത്തിന് പുറത്താണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ, ആ ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ വൃത്തത്തിന് പുറത്താണോ വൃത്തത്തിലാണോ വൃത്തത്തിനകത്താണോ എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. പടം നമുക്ക് ബോർഡിൽ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ചിത്രത്തിലേക്ക് നോക്കുക. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന്റെ 3 ആംഗിൾസ് തന്നിട്ടുണ്ട്, 105, 55, 110 ഇങ്ങനെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഇതിന് A എന്ന് കൊടുത്തു 105, അതുപോലെ 55 ഡിഗ്രി ഉള്ളതിന് B എന്ന് കൊടുത്തു, 110 ഡിഗ്രി ഉള്ളതിന് C എന്ന് കൊടുത്തു. നമുക്ക് ഡിയുടെ കോണളവ് കൂടി കണ്ടുപിടിക്കാം. ആദ്യം രണ്ടാമത്തെ ചോദ്യമാണ്, കോൺ ഡി എന്താണ് കിട്ടുക? ഡിയുടെ അളവ് കിട്ടാൻ 360 ഡിഗ്രിയിൽ നിന്ന്, കാരണം ഒരു ചതുർഭുജത്തിലെ 4 കോണുകളുടെ തുക 360 ആണ്. അപ്പൊ 3 കോൺ തന്നിട്ട് 3 ആംഗിൾസ് തന്നിട്ട് 4th ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360 മറ്റു 3 ആംഗിൾസ് കൂട്ടിയിട്ട് കുറച്ചാൽ മതിയാവും. അപ്പോ 105ഉം 55ഉം 110ഉം കൂടെ കൂട്ടിയിട്ട് മറ്റു 3 ആംഗിൾസ് കൂട്ടിയിട്ട് ആ ഉത്തരത്തെ 360ൽ നിന്ന് കുറച്ചാൽ മതിയാവും. അപ്പോ 360 മൈനസ് 105, 55, 160, 160, 110, 270 വരും. 360 നിന്ന് 270 കുറയ്ക്കുമ്പോൾ 90 ഡിഗ്രി എന്ന് വരും. അപ്പൊ കോൺ ഡി എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് നോക്കാം. അവർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഡയഗണൽ വരയ്ക്കാനാണ്. നമുക്ക് ആദ്യം എ സി എന്ന ഡയഗണൽ വരയ്ക്കാം. ഈ ഡയഗണലിൽ അല്ലാത്ത രണ്ട് വേർട്ടീസസ് ഏതൊക്കെയാണ്? ഒന്ന് ഡി ആണ്, ഒന്ന് ബി ആണ്. ഈ ഡയഗണലിൽ എയും സിയും വന്നു, അപ്പൊ അതിന്റെ കാര്യം പറയണ്ട. ഈ ഡയഗണൽ ഡയമീറ്ററായി നമ്മൾ ഇങ്ങനെ വൃത്തം വരയ്ക്കാന്ന് വിചാരിക്കും. വൃത്തം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡി ഇതിനകത്ത് വരില്ല, കാരണം അത് 90 ഡിഗ്രി അല്ലേ. കണ്ടോ? ഇനി ഈ ബി എവിടെ വരും? ഇവിടെ ഇങ്ങനെ ഒരു വൃത്തം വരച്ചാൽ ഉറപ്പായി ബി പുറത്തു വരും വൃത്തത്തിന്. കാരണം എന്താണ്? ബി അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അത് പുറത്തു വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാം. If we draw a circle with AC as diameter, കണ്ടോ? AC ഡയമീറ്ററായി വരച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ എവിടെയായിരിക്കും? ദ കോർണർ ഡി എവിടെയായിരിക്കും? ദ കോർണർ ഡി എന്ന് പറയുന്ന കോർണർ വൃത്തത്തിലായിരിക്കും. ദ കോർണർ ഡി വിൽ ബി ഓൺ ദ സർക്കിൾ, വൃത്തത്തിലായിരിക്കും. ആൻഡ് ദ കോർണർ ബി will be outside the circle. കണ്ടോ? If we draw a circle with AC as diameter, AC diameter ആയ ഒരു സർക്കിൾ വരച്ചാൽ കോർണർ D will be on the circle and the corner B will be outside the circle. നമുക്ക് മലയാളത്തിൽ പറയാം. AC വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ, AC വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഡി എന്ന മൂല, ദ കോർണർ ഡി എന്ന് പറഞ്ഞാൽ ഡി എന്ന മൂല വിൽ ബി ഓൺ ദ സർക്കിൾ, വൃത്തത്തിലും. ഡി എന്ന മൂല വൃത്തത്തിലും, ബി എന്ന മൂല, കണ്ട ബി എന്ന മൂല വൃത്തത്തിന് പുറത്തും ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം. എ സി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഡി എന്ന മൂല വൃത്തത്തിലും ബി എന്ന മൂല വൃത്തത്തിന് പുറത്തും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡയഗണൽ വരച്ചു. ഇനി ഒരു ഡയഗണൽ കൂടി വരയ്ക്കാനുണ്ട്. അടുത്ത ഡയഗണൽ നമുക്ക് ജോയിൻ ചെയ്യാം. കണ്ടോ? ബി ഡി എന്ന ഡയഗണൽ ഡയമീറ്ററായി വരച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ തീർച്ചയായും എയുടെ പുറത്തൂടെ പോവും, അപ്പുറത്ത് സിയുടെ പുറത്തൂടെ പോവും. എന്തുകൊണ്ടാണ്? കാരണം എയും സിയും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സി 110 ഡിഗ്രിയാണ്,
എ 105 ഡിഗ്രിയാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആയത് കാരണം, ബൃഹത് കോൺ ആയത് കാരണം ഇത് വൃത്തത്തിന് അകത്തായിരിക്കും. അപ്പൊ നമുക്കത് എഴുതാം. ഇഫ് വി ഡ്രോ BD as if we draw a circle with BD as diameter. അപ്പൊ BD ഡയമീറ്റർ ആയി വരച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ എന്തായിരിക്കും? ദ കോർണേഴ്സ്, രണ്ട് കോർണറും അങ്ങനെയാണല്ലോ, ദ കോർണേഴ്സ് A and C, രണ്ട് കോർണറും അകത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. ദ കോർണേഴ്സ് A and C will be inside the circle. Inside the circle. അപ്പൊ എയും സിയും ഈ രണ്ട് കോർണേഴ്സും സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. കാരണം രണ്ടും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. വേണം ബ്രാക്കറ്റിൽ വേണം റീസൺ കൂടെ എഴുതാം. സിൻസ് ബോത്ത് ദ ആംഗിൾസ് ആർ ഒബ്റ്റ്യൂസ്, രണ്ട് ആംഗിൾസും ഒബ്റ്റ്യൂസ് ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, എഴുതണമെന്നില്ല. ഓക്കെ, ഇത്ര എഴുതിയാൽ തന്നെ മതിയാവും. അപ്പൊ നമുക്കിത് മലയാളത്തിൽ വായിക്കാം. ബി ഡി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ, കണ്ടോ ബി ഡി ഇതാണല്ലോ, വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ എ കോമ സി എന്നീ മൂലകൾ വൃത്തത്തിനകത്തായിരിക്കും. അപ്പൊ എ കോമ സി എന്നീ മൂലകൾ വൃത്തത്തിന് അകത്തായിരിക്കും എന്നാണ് ഇത് ഉത്തരം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കണക്കുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. തുടർന്നുള്ള കണക്കുകളുമായി ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോയുമായി. അതുവരെ ഗുഡ് ബൈ.